പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തകൾക്കായി വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ചില ദിവസങ്ങളായി 6 എപ്പിസോഡുകളിലായി പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഷോർട്ട് മെഡിറ്റേഷൻ, ഈ മെസ്സേജ് ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നാം കാണുന്ന പരമപ്രധാനമായ സത്യം, പുതിയ നിയമ ശുശ്രൂഷയുടെ വക്താക്കളാകുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരിൽ എന്താണ് നാം കണ്ടെത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതിൽ എവിടുത്തെ സുവിശേഷം, ആരുടെ സുവിശേഷം എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രാരംഭ ഘട്ടം എന്ന വണ്ണം നമ്മൾ കഴിഞ്ഞ ഒരു പോയിന്റിൽ പഠിച്ചത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ വളരെ വിസ്താരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ, അതിൽ വീണ്ടും നമ്മൾ അല്പം കൂടെ ആഴമായി പഠിച്ചാൽ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണം, വിളംബരം ചെയ്യാൻ കാരണം ഇതൊരു മതപരമായ ചിന്താഗതികളോ അല്ലെങ്കിൽ ഒരു മതാധിഷ്ഠിതമായ ചിന്തകളോ അല്ല. മറിച്ച് ഇവിടുത്തെ ഒരു ഭരണകൂടങ്ങളും നമുക്ക് സന്തോഷം, സമാധാനം, നീതി എന്നിവ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. തരാതെ ഇരിക്കുമ്പോൾ ഇതൊരുപോലെ ലഭിക്കപ്പെടുന്ന ഒരു ഭരണകൂടം, മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, അവൻ്റെ നീതി ലഭിക്കപ്പെടുന്ന, അവന് ആനന്ദം പകരുന്ന ഒരു ഭരണകൂടമാണ് ദൈവരാജ്യത്തിൻ്റെ ഭരണകൂടം അഥവാ ദൈവിക ഭരണകൂടം എന്ന് പറയുന്നത്. അപ്പം ദൈവിക ഭരണകൂടത്തിൻ്റെ ആ പ്രത്യേകതയിൽ അവിടെ നാം ലഭിക്കപ്പെടുന്ന സുവിശേഷം എന്ന് പറയുന്നത്, അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്ന ആദ്യത്തെ പടി എന്ന് പറയുന്നത് മാനസാന്തരമാണ്. മാനസാന്തരം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ മനുഷ്യകുലത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് പാപമോചനം ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം സമസ്ത ലോക ജാതികളും പാപികളാണ്, പാപത്തിന് അടിമകളാണ്. എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞാൽ ഹമാറ്റിയ എന്നൊരു പദം ഗ്രീക്കിൽ കാണുവാൻ കഴിയും. ദൈവിക ഉദ്ദേശത്തിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയുന്ന, നമ്മെ ആ ഉദ്ദേശത്തിൽ നിന്നും വലിച്ചിഴയ്ക്കുന്ന പ്രക്രിയയ്ക്കാണ് പാപം എന്ന് പറയുന്നത്. ആ പാപത്തിന് അധീനരായ മനുഷ്യനെ വിടുവിപ്പാൻ ദൈവം തൻ്റെ സ്വന്തം മകനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഈ ഉലകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ആ അവതാരത്തോടുകൂടെ നമുക്ക് ലഭിക്കപ്പെട്ടത് എന്താണ്?
പാപങ്ങളുടെ മോചനമാണ്. എങ്ങനെയാണ് പാപങ്ങളുടെ മോചനം ഒരുവന് ലഭിക്കുന്നത്? അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ്. എങ്ങനെ ഏറ്റുപറയണം? എങ്ങനെ വിശ്വസിക്കണം? ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാപത്തിന് പരിഹാരകനായി കാൽവറിയുടെ ആ കുലക്കളത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണകാരണം നമ്മുടെ പാപമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പാപത്തിന് നിദാനമായി കർത്താവ് കാൽവറി മരണം കൈവരിച്ചു. പക്ഷേ ആ മരണം കൊണ്ട് കർത്താവ് അവസാനിക്കുകയല്ലായിരുന്നു. ആ മരണം കൊണ്ട് ഒരു കൂട്ടം ജനതയെ നിത്യതയോടടുപ്പിക്കുകയായിരുന്നു. ഈ പകലിൽ എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് കേൾക്കാം. എങ്കിലും ഒരു കാര്യം പറഞ്ഞവസാനിപ്പിക്കാം. പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു ഒരു പരമയാഗമായി മാറിയ ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുന്ന പാപത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയുവാൻ കഴിയുന്ന ആ ദൈവശക്തി ഈ പകലിൽ നാം പ്രാപിക്കുമെങ്കിൽ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ തന്ന നമ്മെ പാപമോചകനാക്കി പാപമോചകിയാക്കി നമ്മെ നിത്യതയുടെ കവാടത്തിലേക്ക് എത്തിക്കാൻ ഈ വചനം പര്യാപ്തമാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവേൽ.